ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാം ഒന്ന് മാറ്റി പിടിച്ചിട്ടോ. സാധാരണ ഞാനാണ് കുക്കിങ്, എൻ്റെ അടിച്ചുവാരലൊക്കെയാണ്, അമ്മ ഹെൽപ്പറാണ്. അമ്മേൻ്റെ ജോലിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് കുക്കിങ് ഏഞ്ചലും അമ്മ ഹെൽപ്പറുമാണ്. അപ്പോൾ ഏഞ്ചൽ ഇന്ന് എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിച്ചുവാരൽ ഞാനാണ് കേട്ടോ. ഞങ്ങളോട് അപ്സ്റ്റെയർ ഒന്നരാടം ഒക്കെ അടിച്ചു വരുള്ളൂ. അപ്സ്റ്റെയറിൽ പോകാൻ തന്നെ ആയിരിക്കുമല്ലോ. രാവിലത്തെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച ശേഷം നമുക്ക് കാണാം. എല്ലാവരും കടത്തി വെട്ടി ഏഞ്ചൽ മുന്നേറിയിട്ടോ. കാരണം ഏഞ്ചൽ ഉണ്ടാക്കിയ എഗ് കറിയാണ്. കാണുമ്പോൾ തന്നെ എനിക്ക് പറയാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നീ ആദ്യമായിട്ടാണ് ഏഞ്ചൽ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ആണോ? കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ നമുക്ക് സാമ്പാറുണ്ട്, മസാല ദോശയുണ്ട്, എണ്ണപ്പൊടിയുണ്ട്, അപ്പമുണ്ട്, ബ്രെഡ് ഉണ്ട്, എല്ലാം. ഇതിൽ ഇന്നത്തേന്ന് പറയാൻ വേണ്ടിയിട്ട് ആകെ മുട്ടക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നലത്തെ എടുത്തത് ആവി കയറ്റിയതാണ്. ബ്രെഡ് തികയാതെ വന്നിട്ടുണ്ടെങ്കിലോ നോർത്ത് സ്റ്റീം ചെയ്തെടുത്തതാണ്. പിന്നെ അമ്മ വന്നപ്പോൾ നമുക്ക് നല്ല ദോശമാവും സാമ്പാറും ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ഒപ്പിക്കലാട്ടോ. പക്ഷെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. ഇനി ഏഞ്ചൽ അടുക്കളയിൽ, ഞാൻ ക്ലീനിങ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഒരു കപ്സ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പം അതിന് ഗാർലിക്ക്, മല്ലിച്ചെപ്പ്, ഈ മുളക് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടതാണ്. അപ്പോൾ പെർപ്പറി സോസിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ചിക്കൻ ചെയ്തെടുക്കുന്നത്. ചിക്കൻ 4 ലെഗ് പീസ് ഞാൻ ഈ ടൈപ്പിൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. പൊളിച്ച് കളയരുത്. കാരണം ഇതിന് കുറച്ചും കൂടെ കൂടുതലൊരു നല്ലൊരു ഓയിലി ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. പുറത്തൊക്കെ നല്ലൊരു എന്താ പറയുക, ഗ്ലൈസിങ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ നെയ്യ് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട്, ഇത് നമ്മൾ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുമ്പോൾ ഇതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്, അതിൻ്റെ നീര്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും മാത്രമേ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. പിന്നെ മുളക് കൂടുതൽ കുറച്ചും കൂടെ നിറം വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, മുളക്, നാരങ്ങനീര്, ഇതില്ലെങ്കിൽ നാരങ്ങനീര് എടുത്താലും മതി. പിന്നെ സൺഫ്ലവർ ഓയിലും ഉപ്പ് മാത്രം ഇട്ടിട്ട് ഞാൻ നല്ലോണം ഇത് അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ചിക്കന് പിടിപ്പിച്ച് നമുക്ക് ഏകദേശം 4 മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്താലേ നമുക്കതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിലും മസാല ഉള്ളിലോട്ട് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 4 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ സോസ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടോ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മളിതിനെ ഈ പാനിൽ പൊരിച്ചെടുക്കുകയാണ്. ഇതിനൊക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെയുള്ള ടൈം കിട്ടി. എങ്ങനെ ഉണ്ടാകുന്നൊന്നും അറിയില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. പിന്നെ ഇത് വെജിറ്റബിൾ ഓയിലിൽ വേണമായിരുന്നു ചിക്കൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ അതൊക്കെ തീർന്നു കഴിഞ്ഞു. തിരിച്ചൊക്കെ എനിക്ക് വെളിച്ചം കാണില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ. വെളിച്ചം ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കനെ ഓരോന്നിനായിട്ട്, കാരണം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ആവാൻ കുറച്ച് ടൈം എടുക്കും. പാനൊന്ന് ഫസ്റ്റ് ചൂടാക്കല്ലേ. ചോറിപ്പോൾ വെക്കുന്നില്ല കേട്ടോ, കുറച്ചും കൂടെ, അതായത് കുറച്ച് ടൈം എടുത്തിട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ചിക്കൻ പൊരിഞ്ഞ് വരട്ടെ. ഇതാ നമ്മുടെ ചിക്കൻ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാവേ. ഇവിടെ കിടന്ന് വേവട്ടെ. വലിയ കഷ്ണം ആയതുകൊണ്ട് എന്തായാലും വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ആ ടൈമിനുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഏകദേശം ഹാഫൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസ് അല്ല, ഇത് മന്തി റൈസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ കിറ്റായിട്ട് വാങ്ങിയതല്ല കേട്ടോ, ലൂസായിട്ട് വാങ്ങിയതാണ്.
ഞാൻ ഇതൊന്ന് കഴുകി ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് കുതിർത്തിയെടുത്ത അരിയാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക്, പട്ട, കറാമ്പൂ, ഏലം, പിന്നെ ഒരു മാഗിയുടെ ക്യൂബ്, ഉള്ളി, കറിവേപ്പില. പിന്നെ ഞാൻ നേരത്തെ ചിക്കനിൽ തേക്കാൻ വേണ്ടി പെർപ്പറി മസാല തയ്യാറാക്കി എടുത്തില്ലേ, ആ മസാലേൻ്റെ ബാക്കി, ചിക്കനിൽ തേച്ചതിൻ്റെ ബാക്കി മസാലയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാനിൽ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിന് പ്രത്യേക ഫ്ലേവറിലുണ്ട്, ഫ്ലേവർ വരും നമ്മുടെ റൈസിന്. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നു. പിന്നെ ഇതെല്ലാം നമുക്ക് ഒന്നിച്ചെണ്ണിടാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നോടെ മരുന്ന് വഴറ്റി കൊടുക്കും. ഇതിലേക്ക് നമ്മൾ ഈ മസാല കുറച്ച് നല്ലോണം ഇതിൻ്റെ പച്ചമണം, കാരണം ഇതിനകത്ത് ഗാർലിക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നോടെ വരെ നമ്മൾ ഇളക്കി കൊടുക്കണേ. എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ അടച്ചു വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വലിയ പീസില്ല, അപ്പോൾ പെട്ടെന്ന് നല്ല ഉള്ളൊക്കെ ബോണൊക്കെ വെന്ത് കിട്ടും. മറ്റ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റൈസ് വറക്കുന്ന പോലെ ഇത് നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർക്കാൻ മതി. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. ഇത് ഞാൻ അളന്നിട്ട് എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവാൻ വെക്കണം. അപ്പം നമ്മുടെ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഇത് ഞാൻ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, സ്ഥിരം പരിപാടി. നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് റൈസിൻ്റെ മേലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ സ്റ്റീം ചെയ്തെടുക്കണം. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ 2 പീസ് ഇടുന്നുള്ളൂ കേട്ടോ, കാരണം ഇതിൻ്റെ ചട്ടി ചെറുതല്ല, 2 നല്ല ഇടാൻ കൊള്ളുമായിരിക്കും. ഇനി ഇതിനകത്ത് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ചാർക്കോൾ എടുത്തിട്ട് ഇതിനകത്തിട്ട് പുക കൊടുക്കും. അപ്പം നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം സംഭവിച്ചു കേട്ടോ. ചിക്കൻ അപ്പുറത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഈ കൊയിലും കൊണ്ട് അമർത്തിയ സമയത്ത്, കൊയിലല്ല ഇതും കൊണ്ട് അമർത്തിയ സമയത്ത് മൊത്തത്തിൽ പൊട്ടി എൻ്റെ മുഖത്തും ക്യാമറയിലേക്കും ഒക്കെ തെറിച്ച്. ഇപ്പോൾ ഓക്കെ, ഇനി നമ്മളിതിന് ചാർക്കോൾ വെച്ച് ജസ്റ്റ് പുകയിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിരട്ടക്കരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ചിരട്ടക്കരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അതിനകത്തുനിന്നൊരു പുക വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നോക്കാം. യെസ്, ഇനി ഇത് പുക ഒട്ടും പോകാതെ നമ്മളിത് അടക്കും. എന്നാലും ഇതിനൊരു സ്മോക്കി സ്മെല്ല്, ഈ അറേബ്യൻ മന്തിക്ക് നല്ല സ്മോക്കി സ്മെല്ല് ഉണ്ടാവില്ലേ, അതങ്ങനെ കിട്ടുന്ന സ്മോക്കി ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. ചിലർ ഈ ഡ്രൈ ലെമൺ ഒക്കെ ചെയ്യുന്നതാണ്. ഇതല്ലേ നമുക്ക് എളുപ്പമുള്ള രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. ഏഞ്ചൽ അവിടെ സ്വന്തമായിട്ടൊരു ടെലിഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിരിച്ചു വീഴാൻ പാടില്ലായിരുന്നു. നമ്മുടെ ചാർക്കോൾ പെർപ്പറി
ചിക്കൻ മന്തി റെഡി ആയിട്ട് കേട്ടോ. നേരത്തെ ആക്സിഡൻറ്റിൽ എൻ്റെ ക്യാമറയിലേക്ക് മുഴുവനും എന്തൊക്കെയോ തെറിച്ച് അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ചാർക്കോളിൽ നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് മാറ്റണം. അതിന് നമുക്ക് ഇതൊന്നൊക്കെ പിടിപ്പായസം ഞാൻ എടുത്ത് വെച്ചതാണ്. സാലഡ്, മയണൈസ്, ചില്ലി ചമ്മന്തി, പപ്പടം, വടുക കൊണ്ടാട്ടം, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. പേജിൽ എന്നെ കടത്തി വെട്ടുന്ന പാചകാട്ടോ. നോക്ക് മയണൈസിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്ക്, ഭയങ്കര കറക്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടൊന്നും ഇത്രയും റെഡി ആയിട്ടില്ല കേട്ടോ. അതൊക്കെ അതുപോലെ ചില്ലി ചമ്മന്തിയും അവളുടെ സംഭാവനയാണ്. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പിടിച്ചമ്മ ഇത് കാണിക്കേ. റൈസൊക്കെ നല്ല കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ്. നമുക്ക് ഈ ചിക്കൻ പീസ് വേണമെങ്കിൽ ആദ്യം മാറ്റി വെക്കാം അല്ലേ. ഒരു പാത്രം എടുത്തിട്ട് വരാം. അമ്മ കട്ട് ചെയ്തോ, അല്ലെങ്കിൽ റൈസ് നമുക്ക് വിളമ്പാൻ ബുദ്ധിമുട്ടാവും. സംഭവം കിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ഹെവിയാന്ന് തോന്നും കേട്ടോ. കാരണം അത് 4 പേർക്ക് ഇത്രയും ചിക്കനൊന്നും ആവശ്യമില്ല. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ആദ്യം വിളമ്പുന്നതാണ്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് അവരവർക്ക് ആവശ്യമുള്ളത്ര വിളമ്പി കഴിക്കലാണ് ഇവിടെ. അപ്പോൾ എനിക്ക് മയണൈസ് വലിയ ഇഷ്ടമല്ല. സോ ഞാൻ ചമ്മന്തിയാണ് കഴിക്കുന്നത്. ചിക്കനിൽ കാണിച്ചേ കണ്ടോ, ചിക്കനൊക്കെ നല്ലോണം വെന്തുണ്ട്. ഭയങ്കര ചൂടാട്ടോ. ചൂടില്ലെങ്കിൽ സാധനം തിന്നാനും കൊള്ളൂലേ. ആഹാ, ശരിക്കും നല്ല സ്മോക്കി ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു. സൂപ്പറായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് പറ്റുമെങ്കിൽ ആർക്കും പറ്റും. കാരണം ഞാൻ ഇതിനൊന്നും അത്ര ഉത്സാഹിക്കാത്ത ആളാണ് ഇങ്ങനത്തെ ഹാർഡ് വർക്കിന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ, ബൈ.